ഏകദേശം 8 മാസത്തിനുള്ളിൽ നടക്കുന്ന 2 തെരഞ്ഞെടുപ്പുകൾ. കേരളം ഇനി നേരിടാൻ പോകുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് കാലത്തെയാണ്. ഈ വർഷം അവസാനം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ 2 തെരഞ്ഞെടുപ്പുകളും കേരളത്തിലെ 3 മുന്നണികളെ സംബന്ധിച്ചും വളരെ നിർണായകം തന്നെയാണ്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും മുൻതൂക്കം എന്നുള്ളതിനെ സംബന്ധിച്ച് 1-2 അഭിപ്രായ സർവേകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സംസ്ഥാനത്ത് LDFന് തുടർഭരണം പ്രവചിക്കുന്ന സർവേ ഫലങ്ങളും അതുപോലെ UDF അധികാരത്തിലെത്തും എന്ന് പ്രവചിക്കുന്ന സർവേ ഫലങ്ങളും എത്തിയിരുന്നു. ഇപ്പോഴിതാ ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സിൻ്റെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. 2026 സംസ്ഥാനത്ത് വീണ്ടും തുടർഭരണം നടക്കുമോ എന്നുള്ളതും അതല്ല 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ നിലവിൽ വരുമോ എന്നുള്ളതുമൊക്കെ ചോദ്യങ്ങളായി ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അഭിപ്രായ സർവേ ഫലത്തെക്കുറിച്ചാണ്. ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സ് സർവേ ഫലങ്ങൾ മാത്രം തയ്യാറാക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ്. യാതൊരു പക്ഷവും പിടിക്കാതെ ഉയർന്ന നിലവാരമുള്ള ഡാറ്റകളും ഉൾക്കാഴ്ചകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന അഭിപ്രായ സർവേ ഫലങ്ങളാണ് ഈ മാധ്യമ സ്ഥാപനത്തിലൂടെ പുറത്തുവിടുന്നത് എന്ന് അവർ തന്നെ അവരുടെ ബയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന നിലവാരമുള്ള ഫലമാണ് ഇതിലൂടെ തങ്ങൾ പുറത്തുവിടുന്നത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. നിഷ്പക്ഷമായ വിലയിരുത്തലാണ് തങ്ങൾ നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിഷ്പക്ഷതയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന നിരവധി സാങ്കേതിക വിദഗ്ധരെയാണ് ഈ അഭിപ്രായ സർവേ ഫലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്നും ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സ് പറയുന്നു. സാങ്കേതികമായി ഉയർന്ന നിലവാരത്തിനുള്ള സർവേ ഫലങ്ങളാണ് തങ്ങൾ പുറത്തുവിടുന്നത് എന്ന് ആവർത്തിച്ചു പറയുന്ന ഈ മാധ്യമ കമ്പനിയെ ഒരു ദേശീയ അഭിപ്രായ സർവേ ഏജൻസിയായി മാത്രം കണക്കുകൂട്ടാൻ കഴിയില്ല. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ മാത്രമല്ല, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് വിശകലനവും അതുപോലെ കാനഡ തെരഞ്ഞെടുപ്പ് വിശകലനവും ഇവർ നടത്തുന്നുണ്ട് എന്ന് ഇവരുടെ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. സ്വാഭാവികമായും സൗത്ത് അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ സർവേ ഏജൻസിയാണ് ഈ പറയുന്ന ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സ് എന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മെയ് മാസത്തിന് മുൻപ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അഭിപ്രായ സർവേ ഫലങ്ങൾ ഈ മാധ്യമ സ്ഥാപനം ആരംഭിക്കുന്നത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 99 സീറ്റുകൾ നേടിയാണ് വിജയം ഉറപ്പാക്കിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 8 സീറ്റുകളുടെ വർധനവാണ് അന്ന് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന UDFന് 41 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. 2016 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 6 സീറ്റുകൾ കുറവാണ് UDFനെന്നും ആമുഖമായി സർവേ ഏജൻസി പറയുന്നു. അതേസമയം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന NDAക്ക് വോട്ട് വിഹിതത്തിൽ ഇടിവ് സംഭവിക്കുകയും അവരുടെ ഏക സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു. 5 വർഷത്തെ പൂർണ്ണ കാലാവധി പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി അന്ന് പിണറായി വിജയൻ മാറിയെന്നും സർവേ ഏജൻസി ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് മേൽക്കൈ നേടും എന്നുള്ളത് സംബന്ധിച്ചുള്ള അഭിപ്രായ സർവേ വിവരങ്ങൾ മാധ്യമസ്ഥാപനം വ്യക്തമാക്കുന്നത്. തങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ ഇവർ വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കുന്നുമുണ്ട്. പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന UDF അധികാരത്തിൽ വന്നേക്കുമെന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിടപ്പുണ്ട്. UDF അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് ഇവർ തരുന്ന ഡാറ്റ പരിശോധിക്കുമ്പോഴാണ് ചില പ്രധാനപ്പെട്ട സംഗതികൾ നമുക്ക് മുന്നിലെത്തുന്നത്. അതായത് ഇവർ പറയുന്നതനുസരിച്ച് കേരളത്തിൽ LDF ഭരണത്തിൻ്റെ വിശ്വാസ്യത 27.8% കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം UDFന് 38.9% വിശ്വാസ്യത ഉണ്ടെന്നും ഇവർ അഭിപ്രായ സർവേ ഫലത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചറെയാണ് ഭൂരിപക്ഷവും ഉയർത്തിക്കാട്ടുന്നത് എന്ന വിവരമാണ് സർവേ ഫലത്തിലൂടെ പുറത്തു വരുന്നത്. 24.2% പേർ ശൈലജ ടീച്ചർക്ക് വേണ്ടി വാദിക്കുമ്പോൾ 17.5% പേർ മാത്രമാണ് പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയായി എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. അതേസമയം 41.5% ഇടതുപക്ഷക്കാരും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും ഈ സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അഭിപ്രായ സർവേ ഫലത്തിൽ UDFൻ്റെ ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ UDFന് 38.9% വിശ്വാസ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല, അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചും സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആ ഭാഗമാണ് ഏറ്റവും രസകരം. കാരണം 2026 UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ശശി തരൂരിനാണ്. ശശി തരൂരിന് 28.3% ജനപിന്തുണ ഉണ്ട് എന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത്.
പ്രത്യേകിച്ച് നഗര അർദ്ധനഗര പ്രദേശങ്ങളിൽ ശശി തരൂരിന് നല്ല രീതിയിൽ ജനപിന്തുണ ഉണ്ടെന്നും സർവേ ഫലം വ്യക്തമാക്കുന്നു. നിരവധി മാസങ്ങളായി കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റി നിൽക്കുന്ന ശശി തരൂർ എങ്ങനെയാണ് ഈ സർവേ ഫലത്തിൽ ഇടം പിടിച്ചത് എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഉത്തരമില്ല. ഇവിടെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനമെടുത്തിട്ടില്ലാത്ത വോട്ടർമാരായി 25% പേരെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല മറ്റു 1-2 കാര്യങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. BJP മുന്നണിക്ക് 23.1% വിശ്വാസ്യതയുണ്ട് എന്ന് സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല LDF UDF ധ്രുവീകരണം ശക്തമായ മണ്ഡലങ്ങളിൽ 3ാം ശക്തിയായി BJP നയിക്കുന്ന NDA ഉയർന്നു വരുമെന്നും സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു. അതുമാത്രമല്ല അതിനൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തി കാട്ടി നിൽക്കുന്നത് ഇപ്പോൾ BJP ആണെന്നും തൊട്ടു പിന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്നും സർവേ ഫലം പറയുന്നു. ഏറ്റവും തമാശ LDF ഏറ്റവും പിറകിലാണ് എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായി കോൺഗ്രസിനും BJPക്കും ഓൺലൈൻ ഇടപെടലുകൾ വർദ്ധിച്ചു എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വർദ്ധിച്ചു വരികയാണെന്നും ഇത് കോൺഗ്രസിനോ BJPക്കോ അനുകൂലമായി മാറാമെന്നും സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ചുള്ള ശതമാനക്കണക്കും ഈ സർവേ ഫലത്തിലൂടെ അവർ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ 47.9% വോട്ടർമാർ, അതായത് പകുതിയോളം വോട്ടർമാർ LDF സർക്കാരിൽ അസംതൃപ്തരാണ് എന്നാണ് സർവേ ഫലം പറയുന്നത്. മാത്രമല്ല മണ്ഡലങ്ങളിലെ 62% പേരും പുതിയ MLAമാരെ ആഗ്രഹിക്കുന്നവരാണ് എന്നും സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട്. സത്യം പറയാമല്ലോ, ഇടതുപക്ഷത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു സർവേ ഫലമാണ് ഈ പറയുന്ന ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ അത് കോൺഗ്രസിന് വേണ്ടിയാണോ BJPക്ക് വേണ്ടിയാണോ സർവേ ഫലം ഉണ്ടാക്കിയത് എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും നിഷ്പക്ഷമായിട്ടല്ല ഈ സർവേ ഫലം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സർവേ ഫലത്തിൽ BJPയെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ ഈ സർവേ ഫലത്തിൻ്റെ ആധികാരികത തീർച്ചയായും നമുക്ക് ബോധ്യമാവുന്നതാണ്. അതായത് BJP ജാതി സംഘടനകളുമായി ബന്ധം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ് സർവേ ഫലം പറയുന്നത്. അതായത് ഈഴവ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ സമുദായ നേതാക്കളുമായി BJP ബന്ധം ശക്തമാക്കിയിട്ടുണ്ട്. സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ പരമാവധി ജാതി വോട്ടുകൾ സമാഹരിക്കാൻ BJP ശ്രമിച്ചിരുന്നു എന്നും സർവേ ഫലം പറയുന്നു. NDA മുന്നണി SNDP, NSS, KPMS തുടങ്ങിയ ജാതി സംഘടനകളുമായി അടുത്ത ബന്ധം വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും സർവേ ഫലം പറയുന്നുണ്ട്. കാര്യങ്ങൾ പിടികിട്ടി കാണുമല്ലോ അല്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സർക്കാർ പിന്തുണയോടെ അടുത്തിടെ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ CPM ജാതി സംഘടനകൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചെന്നും സർവേ ഫലത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കിടയിൽ 3 മുന്നണികളുടെയും സാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപത്തിനുള്ള തുറന്ന സമീപനം LDF നടത്തുന്നുണ്ട് എന്നും അത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെ LDF സംസ്ഥാനത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സർവേ ഫലത്തിൽ പറയുന്നു. അതേസമയം കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്ത് പുനഃസംഘടനയ്ക്ക് വിധേയമായി എന്നും സംഘടനാ ബലഹീനതകളും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും പരിഹരിക്കുന്നതിനായി 1ലധികം വർക്കിംഗ് പ്രസിഡന്റുമാരെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാത്രമല്ല കോൺഗ്രസ് എങ്ങനെ അധികാരത്തിലെത്തും എന്നുള്ളത് സംബന്ധിച്ചും ചില കാര്യങ്ങൾ ഈ സർവേ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ LDFൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ ജനതാദൾ പോലെയുള്ള ചെറിയ പാർട്ടികളെ UDFിലേക്ക് ക്ഷണിച്ചും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള നിലവിലുള്ള സഖ്യകക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയും തങ്ങളുടെ അടിത്തറ വർദ്ധിപ്പിക്കുവാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നാണ് ഈ സർവേ ഫലത്തിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇതൊക്കെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ അത് സംബന്ധിച്ചുള്ള ഉത്തരം എനിക്ക് തരാൻ കഴിയില്ല. UDF സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രാരംഭ ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയെടുക്കാൻ UDF ശ്രമിക്കുന്നുണ്ടെന്നും ഈ സർവേ ഫലം പറയുന്നു. ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ആധികാരികമായ രേഖകൾ ഉപയോഗിച്ചാണ് സർവേ ഫലം തയ്യാറാക്കിയത് എന്ന് ഈ സർവേ ഫലത്തിൻ്റെ സൃഷ്ടാക്കൾ അവരുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കുമ്പോൾ അടുത്ത തവണ അധികാരം ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന UDFിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത് ശശി തരൂരിനാണെന്നാണ് ഇതിൽ പറയുന്നത്. നിലവിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു അതിഥി MP എന്ന നിലയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്ന ചിന്ത പലർക്കും സ്വാഭാവികമായി ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ കോൺഗ്രസ്സുകാരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നവരായ VD സതീശൻ്റെ പേരോ രമേശ് ചെന്നിത്തലയുടെ പേരോ അതുപോലെ KC വേണുഗോപാലിൻ്റെ പേരോ ഒന്നും ഈ സർവേ പറയുന്നുമില്ല. മാത്രമല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഈ സർവേ ഫലം UDFിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇനി എത്രയൊക്കെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു ചെറിയ ശതമാനം വിരുദ്ധത ഒരു ചെറിയ ആൾക്കൂട്ടത്തിനുണ്ടാകും.
എന്നാൽ അതിനൊപ്പം തന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം കേരളത്തിലുണ്ട് എന്ന് സർവേ ഫലം പറയുമ്പോൾ അതെങ്ങനെയാണെന്നുള്ള ചോദ്യം ഉറപ്പായും ഉന്നയിക്കേണ്ടി വരും. രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ കയറിയ ശേഷം ഈ 4 വർഷ കാലയളവിനുള്ളിൽ ഏതെങ്കിലും ഒരു തവണ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകും. അത്തരത്തിലുള്ള ഒരു സന്ദർഭം പോലും ഈ കാലയളവിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വികാരം ഉണ്ടാക്കിയ ഏതെങ്കിലും സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും ബുദ്ധിമുട്ടും. ആ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരമാണ് നിലനിൽക്കുന്നത് എന്ന് സർവേഫലം പറയുമ്പോൾ അത് എങ്ങനെയാണ് എന്ന് ഉറപ്പായും ചോദിക്കേണ്ടി വരും. ഇത്ര ശതമാനം ആൾക്കാർ യു ഡി എഫ് അനുകൂല വികാരം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഏത് രീതിയിലാണ് വികാരം വന്നത് എന്നൊന്നും സർവേഫലം പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടം വിഷയവും അതുപോലെ കോൺഗ്രസിനുള്ളിലെ ഇതുവരെ പുറത്തു വന്ന ആഭ്യന്തര വിഷയങ്ങളുമെല്ലാം വോട്ടർമാർക്ക് മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഉപാധികളും ഇല്ലാതെ കോൺഗ്രസ് തന്നെ അടുത്ത തവണ അധികാരത്തിൽ വരും എന്ന് പ്രവചിക്കുന്ന ഈ സർവേ ഫലം മറ്റു പാർട്ടിക്കാരെ മാത്രമല്ല കോൺഗ്രസ്സുകാരെയും നല്ല രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്.